അപ്പോൾ നമ്മുടെ ഗുണ കേവിൻ്റെ മുമ്പിലാണ് നിൽക്കണേ. ഗുണ കേവല്ല, ഭൂതത്താൻകെട്ടില്ല, ഗുഹയുടെ ഫ്രണ്ടിലാണ് നിൽക്കണേ. ഇത്രയും വലിയ മരത്തിൻ്റെ അടിയിലാണ് ഇത്രയും ചെറിയ ഒരാൾ നിൽക്കുന്നത്. അങ്ങനെ കാട്ടുവഴി കൂടി ഇത് ഗ്രീഷ്മേന്ദർശു. അങ്ങനെ ഭൂതത്താൻകെട്ടിലെത്തിയിട്ട ഞങ്ങൾ. ഇവിടെ അത്യാവശ്യം വെയിലുണ്ട്. ഗ്രീഷ്മത ഇറങ്ങേണ്ട പതിയെ. ഈ കാണുന്നതാണ് ഭൂതത്താൻകെട്ട്. ഞങ്ങളുടെ ഭൂതത്താൻകെട്ടിലേക്ക് പോവേണ്ട. ഒച്ചപ്പൻ്റെ അവിടെ കിടന്ന് ഉറങ്ങയാണ്. പോണ വഴിയിലുണ്ടില്ലേ അടിപൊളി റബ്ബറും തോട്ടം ഉണ്ടാ. അതിൻ്റെ നടുക്ക് കൂടിയാണ് ഇത് വണ്ടി ഓടിക്കണത്. അടിപൊളി വേണ്ട, ഒരു രക്ഷയില്ല. നല്ല കാട്ടിൽ കൂടെയുള്ള യാത്ര, അതിമനോഹരമായിട്ടുള്ള യാത്ര. അപ്പത് ഞങ്ങൾ പാണേൽപ്പോരിൽ നിന്ന് വന്നത് ഭൂതത്താൻകെട്ടിലേക്ക് കയറേണ്ട. കാടിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പം തന്നെ കണ്ടില്ല ചീവിടിൻ്റെ കൊച്ച നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് ലച്ചപ്പൻ്റെ നല്ല ഉറക്കമുണ്ടാ. വണ്ടി ലച്ചപ്പനെ ഗ്രീഷ്മത എനിപ്പിക്കാൻ നോക്കിയാണ്. അടിപൊളി കാടുണ്ടാ. ഇപ്പോഴാണ് കാടിൻ്റെ ഉള്ളിൽ കയറിയൊരു ഫീലിങ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ചീവിടിൻ്റെ ഒച്ച വഴികളൊക്കെ കണ്ടില്ലേ, മൺകെട്ടിയ വഴിയും ചുറ്റിനും കാടുകളാണ് കേട്ടോ. അതെ, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ ഈ കാടിൻ്റെ ഉള്ളിൽ. വേറെ ആൾക്കാരൊക്കെ ഉള്ളിലുണ്ട്. ഇപ്പതേ നമ്മൾ മാത്രമേ ഉള്ളൂ. മൊത്തം കാടാണ് കേട്ടോ. ഇത് നല്ലൊരു ട്രക്കിങ്ങിൻ്റെ ഫീലിംഗ് നമുക്ക് കിട്ടണ്ടില്ലേ. നല്ല രസം കേട്ടോ. അടിപൊളി ഫീല്. ദർശനം കൊണ്ട് നടക്കായിരുന്നു. ആദ്യമായിട്ടില്ല ഇമാതിരി ട്രക്കിങ്. നല്ലൊരു അനുഭവമുണ്ട്. അത് ഇവിടെ നോക്കിയും കണ്ടൊക്കെ നടക്കണം. കണ്ടില്ലേ വഴിയിൽ വേരുകളൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മരം നോക്കി, വലിയ മരം. ഇവിടെ മോഴ എന്ന് പറഞ്ഞാൽ ആനയൊക്കെ ഉണ്ടെന്ന് പണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. വഴിയിലത്തെ ഒരു മരം വീണ് കിടക്കാണ്. കണ്ടില്ലേ, അത് മുറിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. വഴിയിൽ അവിടെ ഇവിടെയായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയ സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരു പോതുള്ളൊരു മരം ഉണ്ടായിട്ടാ. അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കായിരുന്നു, നിൽക്കായിരുന്നു. അപ്പം അത് കാണണില്ല. പോകുമ്പോൾ കാണാമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ മരത്തി കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാം. ഇതിൻ്റെ ഉള്ളിൽ കയറി ഗ്രീഷ്മത്തെ മരത്തിൻ്റെ ഉള്ളിൽ കയറിയൊക്കെയുണ്ട്. ഒരു ഫോട്ടോ എടുക്കാം കേട്ടോ. ഇത് ഇത്രയും വലിയ മരത്തിൻ്റെ അടിയിലാണ് ഇത്രയും ചെറിയ ഒരാൾ നിൽക്കുന്നത്. മരത്തിൻ്റെ ചുറ്റും കൂടി പോയിട്ട് ഞാൻ കാട്ടിത്തരാം. അത് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ മൊത്തം അതെ ദച്ചപ്പനെ ചേട്ടാ, ദച്ചപ്പനെന്താ ഗ്രീഷ്മയും കൂടി ഇത് കാട്ടിൽ കൂടി വരാം. കാടാണ് ദച്ചു, കാടാണ് ഭൂതത്താൻകെട്ട്, കാടാണ്. കാട്ടിൽ കൂടി ഇതേ വരേണ്ട. അങ്ങനെ കാട്ടുവഴി കൂടി ഇത് ഗ്രീഷ്മേന്ദർശു. ഹായ്, വായോ നടന്നു വാ. ആദ്യമായിട്ട് ദർശി കാട്ടിക്കൂടി. നല്ല ദർശനം ഇഷ്ടമായിട്ടാ. പേടി അങ്ങനെ ദർശുവിൻ്റെ കാല് കഴിച്ചിട്ടാ. ദർശപ്പൻ്റെ ഒക്കത്തായിരിക്കാണ്. ഈ കാട് ഇഷ്ടപ്പെട്ട ദച്ചുവിന്? കാട് ഇഷ്ടപ്പെട്ട? ഏതാണ് കാട്? കാട് കാട്ടിക്കൊടുത്ത്. അതാണല്ലേ കാട്. എത്ര കാടുണ്ട്? പച്ചക്കാടാണോ? എന്ത് കാടാണിത്? പച്ചക്കാടാണോ? പച്ചക്കാടെന്ന് പറഞ്ഞേ പച്ചക്കാടല്ലേ. അപ്പോൾ അതെ നോക്കിയത് വെച്ചു. ഒരു മരം വീണ് കിടക്കണുണ്ടോ? ഒരു മരം വീണ് മുറിച്ചേക്കണുണ്ടോ? മരമാണ് വീണ് കിടക്കണ്. ഒരു വള്ളി കണ്ടോ? ആ വള്ളിയമ്മ പിടിച്ച് കയറുന്നത് വെച്ചുവിന്. ഒരു വള്ളി കണ്ടില്ലേ? ഈ വള്ളി മുറിച്ചാലൊക്കെ നമുക്ക് വെള്ളം കിട്ടും കേട്ടോ. അപ്പം കാടിനുള്ളിൽ പെട്ട് കഴിഞ്ഞാലൊക്കെ ഈ വള്ളിയിലാണ്. കണ്ടില്ലേ, ഈ വള്ളിയുടെ ഉള്ളിൽ നിറച്ചും വെള്ളമാണ്. ശരിക്കും
ഈ വള്ളി മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും. ഇതൊക്കെ പല പ്രത്യേകത നമുക്ക് കാടി. പിന്നെ അവിടെ ചെറിയൊരു പാലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീണ് കിടക്കണ മരം കൊണ്ട് തന്നെയാണ് പാലുണ്ടാക്കി വെക്കണത്. അതെ, പാലത്തിൻ്റെ അടിയിൽ കൂടി ചെറിയ മീനൊക്കെ പോണ്ടിട്ട. അജിയും ദർശും ഓടിക്കൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ നമ്മൾ നടന്നത് ഭൂതത്താങ്കട്ടിലേക്ക് എത്തിയിട്ട. ആ കാണുന്നതാണ് ഭൂതത്താങ്കെട്ട്. കണ്ടില്ലേ? നമുക്ക് പതിയെ അങ്ങോട്ട് ഇറങ്ങാട്ടോ. അതാണ് അങ്ങനത്തെ ഭൂതത്താങ്കട്ടിലെത്തിയിട്ട ഞങ്ങൾ. ഇവിടെ അത്യാവശ്യം വെയിലുണ്ട്. ഗ്രീഷ്മത ഇറങ്ങേണ്ട പതിയെ. ഈ കാണുന്നതാണ് ഭൂതത്താങ്കെട്ട്. അല്ലേ, ഒരു വലിയ പുഴയാണ്. അങ്ങനത് ഗ്രീഷ്മത ഇറങ്ങിയാണ്. അടിപൊളി വ്യൂ ഉണ്ട് ഇവിടെ കാണുന്നത്. പാറയുടെ നടുക്ക് ചെറിയൊരു അരുവി പോലാട്ടോ. വെള്ളം കെട്ടിക്കുന്നതാണ്, അരുവി എന്നല്ല. ഇത് പാറയുടെ മുകളിൽ പുല്ല് മുളച്ചേക്കാണ്. ഇവിടെയൊക്കെ വെള്ളം മഴക്കാലത്ത് ഇവിടെ നിറച്ചും വെള്ളമായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ ഇറങ്ങിയത് പാറക്കൂട്ട്. ആ നടന്നു. ഇവിടെ ഗ്രീഷ്മത്തെ ഗുഹയിൽ കയറാൻ പോകണ്ട. ആ കാണുന്നതാണ് ഗുഹ. അതെ, നേരത്തെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഗുഹയിൽ. ഇപ്പോൾ അതെ ആരുമില്ല. നമുക്കിത് ജസ്റ്റ് ഗുഹയിലൊന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ അതെ ഈ കാണുന്നതാണ് ഗുഹയിലേക്കുള്ള കവാടം. കോണിപ്പൊടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ അകി ഗുഹയിലേക്ക് കയറാണ്. നോക്കിപ്പോ ഇതെന്താ ഇയാള് കേറിപ്പോയി. അക്കിനെ കാണുന്നുണ്ട് അവിടെ നിന്ന്. കാണൂല. ആക്കി അച്ചിക്കിരാട്ടടുത്ത് പോയിട്ട് ഫോണില്ലേ? പേടിയായ ആൾക്കാരുള്ളപ്പല്ലേ. ഇത് അകി ഇങ്ങനെ ബാക്കോട്ട് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട്. പേടിയൊന്നും ആയില്ല, അവിടെ നിറച്ച് വെള്ളമാണ്. അതുകൊണ്ടാണ് അകി കയറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഗുണ കേവിൻ്റെ മുമ്പിലാണ് നിൽക്കണേ. ഗുണ കേവല്ല, ഭൂതത്താങ്കെട്ടില്ല, ഗുഹയുടെ ഫ്രണ്ടിലാണ് നിൽക്കണേ. കണ്ടില്ലേ? ഇത് ചെറിയൊരു ഗുഹയുണ്ടോ. ഉള്ളിൽ കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ജസ്റ്റ് കയറാം. അപ്പുറത്തേക്ക് കിടക്കാനൊന്നും പറ്റൂല, നിൽക്കാനൊന്നും പറ്റൂല. എന്നിട്ട് പതിയെ ഇറങ്ങി വരാം. അത്രയ്ക്കേ ഉള്ളൂ. അപ്പം ഹായ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമല്ലേ? വൈൻഡപ്പും ചെയ്ത് അപ്പം ബൈ പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ചാറ്റ് പറ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറ. ഡണ്ണോർത്ത് ഓക്കെ പറഞ്ഞേ. ഓക്കെ പറഞ്ഞല്ലേ? ഓക്കെ.